എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഒരു പ്രിന്ററും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം ഒരു മുതൽ മുടക്ക് നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും? തീർച്ചയായും ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിന്ററും പറഞ്ഞാൽ സാധാരണ 20,000 രൂപയാണ് ഒരു കമ്പ്യൂട്ടർ, ഒരു പ്രിന്റർ എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസി ചാർജാണ്. ഫ്രാഞ്ചൈസി ചാർജ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരുന്ന ലൈസൻസിങ്, ട്രെയിനിങ്, ബാക്ക് എൻഡ് സപ്പോർട്ട്, ബ്രാൻഡിങ്, ഇതിനും കൂടെ ഒരു ഫ്രാഞ്ചൈസി ചാർജ് ഉണ്ട്. അത് 35,000 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഈ 35,000 രൂപയിൽ ലൈസൻസിങ് വരും. കാരണം ഓൺലൈൻ കേന്ദ്രങ്ങൾ നടത്തുമ്പോൾ അത് ലൈസൻസോടുകൂടി ചെയ്യണം. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റെയിൽവേ ടിക്കറ്റ് ആർക്കും മൊബൈൽ എടുക്കാൻ പറ്റും. പക്ഷേ അത് വിൽക്കണമെങ്കിൽ, ഒരു ബോർഡ് വെച്ച് വിൽക്കണമെങ്കിൽ അതിന് കൊമേഴ്സ്യൽ പോർട്ടൽ വേണം. അതേപോലത്തെ പോർട്ടലുകൾ, അതാണ് ലൈസൻസ് ഉദ്ദേശിക്കുന്നത്. അതേപോലത്തെ ലൈസൻസുകളെല്ലാം സംവിധാനത്തിന് തരും. പിന്നെ ട്രെയിനിങ് ഉണ്ടാവും. ഇതിങ്ങനെ എങ്ങനെയാണ് ഇത്രയും സർവീസുകൾ, 10-300ഓളം സേവനങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ട്രെയിനിങ് തരും. പിന്നെ മറ്റൊന്ന് ബാക്ക് എൻഡ് സപ്പോർട്ടാണ്. ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചിലർ കണ്ടില്ലേ, ജനസേവന കേന്ദ്രം തുടങ്ങിയിട്ട് നിർത്തിപ്പോകുന്നത് ഓൺലൈൻ കേന്ദ്രങ്ങളൊക്കെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് ടീമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മുന്നോട്ട് പോകുന്നില്ല, ആ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അതായത് സർക്കാർ ഓഫീസോട്ട് വിളിച്ചു ചോദിച്ചാൽ കൃത്യമായ മറുപടിയോ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടോ കിട്ടില്ല. ആ സമയം അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ബാക്ക് എൻഡ് സപ്പോർട്ട് ടീമുണ്ട്. അവർ കൃത്യമായ മറുപടി ചെയ്ത് അവിടുത്തെ എന്താണ് പ്രശ്നമെന്ന് നോക്കും. അതേപോലെ ഭാവിയിൽ അതേപോലത്തെ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ച് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യും.